ഹായ് നമസ്കാരം, എല്ലാവർക്കും അനൂസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് നോക്കാനായിട്ട് പോകുന്നത്. ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അസല രുചിയുള്ളൊരു മുട്ടക്കറിയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഞാനൊരു ചീനച്ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂണോളം പെരുംജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തും 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഞാനതിലേക്ക് ഒരു 2 കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 സവോളയാണ് കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ സവോള നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ നിറത്തിലായി വരേണ്ട കാര്യമൊന്നുമില്ല. സവാള നന്നായി വെന്ത് നന്നായിട്ടൊന്ന് വാടി അതിൻ്റെ ഒരു കളറൊന്ന് ലൈറ്റ് ഗോൾഡൻ കളറിലേക്ക് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. തീ കൂട്ടിയിടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വെന്ത് ഒന്ന് സോഫ്റ്റായിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു ലൈറ്റ് ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കാനായിട്ട് തീ നന്നായിട്ടൊന്ന് കുറച്ചിട്ടേക്കണേ. അത്യാവശ്യം എരിവുള്ളൊരു കറിയാണ്, നല്ല എരിവൊന്നുമില്ല കേട്ടോ. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ പൊടികളുടെ ഒരു റോസ് സ്മെല്ല് മാറി വരുന്നത് വരെ ഏകദേശം ഒരു 10-30 സെക്കൻഡ് സമയം നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. തീ നന്നായിട്ട് കുറച്ചിട്ടേക്കണേ. തീരെ അങ്ങ് ഡ്രൈ ആയിട്ട് തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. ഞാനിപ്പം വേറെ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ പൊടികളുടെ ഒരു റോസ് സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ തക്കാളിയൊക്കെ എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി തന്നെ നോക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിച്ചേക്കണേ. ചെറുതായിട്ട് കട്ട് ചെയ്താണ് ചേർത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ തക്കാളിയൊക്കെ നല്ല വെന്ത് ഉടഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് വരണം. അപ്പം ഞാനതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റാണ് വഴറ്റിയെടുക്കുന്നത്. വേറെ വെള്ളമൊന്നും ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നില്ല. ലോ ഫ്ലെയിമിലിട്ട് അടച്ച് നന്നായിട്ടൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കുമ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പം ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ആ തവി വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് നല്ല തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ട് ഒഴിക്കുന്നില്ല. ആദ്യം ഒരു പകുതി കപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ചിട്ടാണ് വെള്ളം ഒഴിക്കേണ്ടത്. അപ്പോൾ ആദ്യം ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി നോക്കുകയാണ്. നിങ്ങൾക്ക് നല്ല പെരണ്ടിരിക്കുന്ന ഒരു കറിയാണ് വേണ്ടതെങ്കിൽ, ഒട്ടും ഗ്രേവി ഇല്ലാത്ത ഒരു പെരണ്ടിരിക്കുന്ന ഒരു റോസ്റ്റ് പോലെയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇനി കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് കുറച്ചും കൂടി ഗ്രേവി വേണം. ഞാനൊരു 1/4 കപ്പും കൂടിയാണ് വെള്ളം ഒഴിക്കുന്നത് കേട്ടോ. അപ്പം ഞാനിവിടെ 3/4 കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിവിടെ ഒരു 1-2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ആ സവോളയും തക്കാളിയും എല്ലാം തന്നെ ആ ഒരു ഗ്രേവിയിൽ കിടന്നിട്ട് ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം. നന്നായിട്ടൊന്ന് വെന്ത് വരണം. 1-2 മിനിറ്റ് തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഞാനതിലേക്ക് കുറച്ച് മല്ലിയിലയും ഒരു 2 കറിവേപ്പിലയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതായത് 1-2 മിനിറ്റ് ഒന്ന് തിളച്ച് കുറുകിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനൊരു അല്പം ഉപ്പേ ചേർത്തിട്ടുള്ളൂ. ഉപ്പൊക്കെ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 മുട്ട പുഴുങ്ങി ഇതുപോലെ ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു മസാലയിൽ നമുക്ക് 5 മുട്ടയും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. 5 മുട്ട വരെയൊക്കെ ഉപയോഗിക്കാം. വല്ലാതെ അങ്ങ് കുത്തി ഇളക്കരുത്. ആ ഉണ്ണിയൊക്കെ വേറെ ആയിട്ട് ഇപ്പം പതുക്കെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം തീ നന്നായിട്ട് കുറച്ച് വെച്ച് ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് സമയം ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മുട്ടക്കറി ഒന്ന് നോക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള മുട്ടക്കറിയാണ്. നമുക്ക് തീ അങ്ങ് ഓഫാക്കിയിടാം. ഇനി പ്രത്യേകിച്ച് ഇതിലൊന്നും തന്നെ ചെയ്യാനില്ല. ഈ കറി ഇരിക്കും തോറും അതിൻ്റെ കളർ നന്നായിട്ട് നല്ല ഡാർക്കായിട്ട് വരികയും ചെയ്യും. കുറച്ചും കൂടി ഒന്ന് കുറുകി വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. താങ്ക് യു.